ഹലോ നമസ്കാരം. LG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കമ്മൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ. ആദ്യം നമുക്കിതിന്റെ സ്റ്റഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം OHP ഷീറ്റിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ഗോൾഡൻ കളറിലെ റൗണ്ട് കുത്തൻ സ്റ്റോൺ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ചുമയും ജലദോഷവും പനിയൊക്കെ വന്നതുകൊണ്ട് എൻ്റെ സൗണ്ട് പോയിരിക്കുവാണ് കേട്ടോ. ഇപ്പോൾ ഗോൾഡൻ സ്റ്റോൺ ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന്റെ ചുറ്റും സ്റ്റോൺ ചെയിൻ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എപ്പോഴും പറയാറുള്ളത് പോലെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്റ്റോൺസ് ഒക്കെ എല്ലാം നല്ല അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലും നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. ഇതേ പാറ്റേണിൽ തന്നെ രണ്ടാമത്തതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഹാങ്ങിങ് പോർഷൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഹാർട്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഹാർട്ട് ഷേപ്പ് വരച്ചിട്ടില്ലേ, അതിന്റെ ആ ബോർഡറിലൂടെ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഹാർട്ട് ഷേപ്പ് ചെയ്യുമ്പോഴേ മുകളിൽ ആ ഗ്രൂവ് വരുന്നില്ലേ, ആ ഒരു ഭാഗം എത്തുമ്പോൾ സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ അതുപോലെ ഒന്നും ചെയ്തില്ല. ഞാൻ ഇതുപോലെ സിംഗിൾ ആയിട്ട് തന്നെയാണ് വെച്ച് കൊടുത്തത്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടേ 5-6 മാസത്തിൽ കൂടുതലായിട്ടോ. ഞാൻ ജ്വല്ലറി മേക്കിങ്ങിന്റെ വീഡിയോസ് ഒക്കെ എടുത്തു തുടങ്ങി. പിന്നെ രണ്ടാമതോ മൂന്നാമതോ എന്തോ എടുത്ത വീഡിയോയും ഉണ്ടാക്കിയ കമ്മലുമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഈ ഒരു കമ്മൽ ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് തെറ്റുകൾ എനിക്ക് പറ്റിയിരുന്നു. പിന്നെ വീഡിയോ ഷൂട്ടിങ്ങിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാം എൻ്റെ മുടിയൊക്കെ കാണുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് ട്രൈപോഡ് എങ്ങനെ ഏത് ആംഗിളിലൊക്കെ സെറ്റ് ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആ ഹാർട്ട് ഷേപ്പിൽ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ സ്റ്റോൺസ് ഒക്കെ ഒന്ന് മര്യാദയ്ക്ക് വെച്ച് കൊടുക്കുക, ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ. അങ്ങനെ ഒരെണ്ണം ചെയ്തെടുത്തതിന് ശേഷം രണ്ടാമതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആ ഗ്രൂവിന്റെ അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ 2 പീസാക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ അതുപോലെ ചെയ്യണേ. ഇത് ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഇത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് ഞാൻ സോൾഡറിങ് അയൺ ഉപയോഗിച്ചാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തത്. ഇനി ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് വരേണ്ടത്. ആദ്യം സ്റ്റഡിന്റെ പുറകിൽ സ്റ്റഡ് ബേസും ഐപ്പിനും ഒട്ടിച്ചു കൊടുക്കുക, ഇന്റർകണക്ട് ചെയ്യാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്മലുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ കാലത്ത് ഞാൻ ചെയ്തതാണ് കേട്ടോ ഈ ഒരു വർക്ക്. അതുകൊണ്ട് കുറെ പൊട്ടത്തരങ്ങളും ചെയ്തു കൂട്ടിയായിരുന്നു. അതുപോലെ ഒരു പൊട്ടത്തരമായിരുന്നു സ്റ്റഡ് ബേസ് ഒട്ടിക്കാൻ മറന്നു പോയിട്ടോ. ഐപ്പിൻ മാത്രമേ ഞാൻ ഒട്ടിച്ചുള്ളൂ. പിന്നെ പിറ്റേ ദിവസം അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് കേട്ടോ, ദൈവമേ ഇതിന്റെ സ്റ്റഡ് ബേസ് ഞാൻ ഒട്ടിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. പിന്നെ അപ്പം തന്നെ ഞാനത് അസംബിൾ ചെയ്ത് കൊടുത്തു. അതിന് ശേഷമാണ് കേട്ടോ അവസാനമാണ് സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുത്തത്. 2 കമ്മലിനും സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അത് ഡ്രൈ ആകാൻ വെക്കുക. ഏകദേശം ഒരു 24 hours ഡ്രൈ ആകാൻ വെച്ചിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഞാൻ എടുത്ത് നോക്കിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് കാണാൻ? അപ്പോൾ എങ്ങനെയാ, നിങ്ങൾക്ക് ഈ കമ്മൽ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.